ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉന്നതരെ സംരക്ഷിക്കാൻ തന്ത്രിയെ കരുവാക്കി CPM. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിന് പിന്നിൽ CPM ഗൂഢാലോചന. വ്യക്തമായ തെളിവുകൾ ഇല്ലാഞ്ഞിട്ട് പോലും ആചാര ലംഘനത്തിന് പേരിൽ തന്ത്രിയെ പ്രതിയാക്കിയത് CPMിലെ ഉന്നതരെ സംരക്ഷിക്കാനെന്നാണ് ആക്ഷേപം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ അറസ്റ്റ് നാടകമെന്നും വിമർശനമുയർന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ബോധമായി കൊടുക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പോലും വ്യക്തമായ കാരണങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ആചാര ലംഘനത്തിൻ്റെ പേരിലാണ് ചോദ്യം ചെയ്യലും അറസ്റ്റും. ഇതിലൂടെ തന്നെ വ്യക്തമാകും കൃത്യമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെയാണ് തന്ത്രിയെ കുടുക്കിയതെന്ന്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ CPM പങ്കിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടേണ്ടത് CPMൻ്റെ ആവശ്യമാണ്. ഇതാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ CPM നടപ്പിലാക്കിയത്. കേസിൽ തന്ത്രിയെ ഉൾപ്പെടുത്തിയതോടെ പത്മകുമാറിൻ്റെ ദൈവതുല്യ പരാമർശങ്ങൾ തന്ത്രിയിൽ ആരോപിക്കപ്പെടും. ഇതോടെ CPM ഉന്നതർക്ക് രക്ഷപ്പെടാനുമാകും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പോറ്റിയുമായി കടകംപള്ളിക്ക് സാമ്പത്തിക ഇടപാടുകൾ നടന്നതായ വിവരങ്ങളും പുറത്തുവന്നു. എന്നാൽ കടകംപള്ളി ചോദ്യം ചെയ്തത് വിട്ടതല്ലാതെ അറസ്റ്റ് ചെയ്യാൻ SIT തയ്യാറായില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിലൂടെ തന്നെ വ്യക്തമാണ് തന്ത്രിയെ കുടുക്കിയത് തന്ത്രപരമായാണെന്ന്. തന്ത്രിക്കെതിരായ നീക്കങ്ങൾ പാർട്ടിയിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമെന്നാണ് സൂചന. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണ്ണക്കവർച്ച തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലെന്നാണ് സൂചന. സ്വർണ്ണക്കവർച്ച നടത്തിയത് തന്ത്രിയാണെന്ന് വരുത്തി തീർത്താൽ CPMന് സുരക്ഷിതമാകാം. ഇതിലൂടെ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചെടുക്കാനും സാധിക്കും. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അന്വേഷണത്തിൽ ഇടപെട്ടു എന്ന വാർത്തയും പ്രചരിച്ചു. ഇത് സാധൂകരിക്കുന്നതാണ് നിലവിൽ തന്ത്രിക്കെതിരായ നടപടി എന്നാണ് വിമർശനം. ജനം, തിരുവനന്തപുരം.